ഹലോ ബ്യൂട്ടിഫുൾ സോൾ, വെൽക്കം ടു സ്പിരിച്വൽ ജേണി. ഇന്നത്തെ ട്രാവൽ ബ്ലോഗ് ആണ്. നമ്മളുടെ തറവാട് ക്ഷേത്രമായ ശ്രീ അണ്ടല്ലൂർ കാവിൻ്റെ ഭാഗമായിട്ടുള്ള മുല്ലപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ കൊല്ലത്തിലൊരുക്കം നടത്തുന്ന ശാസ്ത്രീയ പൂജയും ഗണപതി ഹോമം ഇന്നാണ്. അപ്പോൾ കുടുംബത്തിലെല്ലാവരും അതിൻ്റെ അകത്ത് പങ്കെടുക്കും, നാട്ടിലുള്ള എല്ലാവരും അതിൻ്റെ അകത്ത് പങ്കെടുക്കും. അപ്പോൾ നമ്മളും അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, കുറച്ച് വീഡിയോ ആണ് ഇന്നത്തെ ബ്ലോഗ്. ട്രാവൽ ബ്ലോഗ് എടുത്തിട്ട് വലിയ പരിചയമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെറിയ തോതിലൊരു വീഡിയോ എടുത്തിട്ട് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. സോ അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് ശ്രീ അണ്ടല്ലൂർ മുല്ലപ്പുറം ഭഗവതി ക്ഷേത്രം. ഗണപതി ഹോമം ശാസ്ത്രീയം നടക്കുന്നത് ഇവിടെയല്ല, അണ്ടല്ലൂർ കാവിൻ്റെയും മുല്ലപ്പുറം ഭഗവതി ക്ഷേത്രത്തിൻ്റെയും ആരൂഢസ്ഥാനമായ ദേവസ്ഥാനമുണ്ട്, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെയാണ് ഗണപതി ഹോമം ശാസ്ത്രീയം നടക്കുന്നത്. അതാണ് ഇവിടെയൊന്നും ആൾക്കാരെ കാണാത്തത്. പിന്നെ മുല്ലപ്പുറം ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ മാസവും സംക്രമത്തിന് കലശം ഉണ്ടാവും. ആ ദിവസം നട തുറന്നിട്ട് നമുക്ക് തൊഴാൻ പറ്റും. അല്ലാത്ത ദിവസം എല്ലാം വൈകുന്നേരം ഇതിൻ്റെ പുറത്തെ വിളക്ക് മാത്രമേ കൊളുത്താറുള്ളൂ. ഭംഗിയുള്ള ഒരു സ്ഥലവും നല്ലൊരു പ്രകൃതിയാണ് ഇവിടെ ചുറ്റുപാടെല്ലാം. ഇവിടെ നടപ്പന്തലിൽ പണി നടന്നുകൊണ്ടിരിക്കുക. ശങ്കരമല്ലാത്ത ദിവസം അണ്ടല്ലൂർ വന്നാൽ നമ്മൾ അണ്ടല്ലൂർ കാവിൽ കയറി തൊഴുത് അവിടുന്ന് എണ്ണയും മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ആ പടിയിൽ സമർപ്പിക്കും. അപ്പം വൈകുന്നേരം വിളക്കിൻ്റെ സമയത്ത് കാരണവർ വിളക്ക് കൊടുത്താൽ വരുമ്പം അവരത് എടുത്തിട്ട് അകത്ത് വിളക്കിലും ബാക്കിയുള്ള സൂക്ഷിച്ച് വേർപിറ്റേ ദിവസം വിളക്കിലെടുക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇങ്ങനെ സംക്രമത്തെ അല്ലാത്ത ദിവസം അധികം ആൾക്കാരുണ്ടാകത്തില്ല. അപ്പം പിന്നെ അങ്ങനെ നമ്മൾ ചെയ്യാറ്. ഒരുവിധ ആൾക്കാർക്കൊന്നും അണ്ടല്ലൂർ കാവ് നല്ല പരിചയമാണ്. പക്ഷേ അണ്ടല്ലൂർ കാവിൻ്റെ ഭാഗമായിട്ടുള്ള മുല്ലപ്പുറം ഭഗവതി ക്ഷേത്രം അധികം ആൾക്കാർക്ക് പരിചയമില്ല. അണ്ടല്ലൂർ കാവിൻ്റെ ആരുടെ സ്ഥാനത്തേക്ക് പോകുന്ന വഴിയാണിത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പനോലി തറവാടിൻ്റെ വീടായിരുന്നു. ഈ വീട്ടിലാണ് അണ്ടല്ലൂർ കാവിലെ ദേവത്താർ ഈശ്വരൻ്റെ ചൈതന്യമുള്ള മരപ്പലക കൊണ്ടുവന്നതും പൂജിച്ചതും. മുല്ലപ്പുറത്തെ ഭഗവതിയുടെ സ്ഥാനവും ഇവിടെ തന്നെയായിരുന്നു. പിന്നീട് വീട്ടിലെ സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ശുദ്ധി നിലനിർത്താൻ വേണ്ടിയിട്ട് സ്ഥാനം നോക്കി ക്ഷേത്രം പണിയുകയായിരുന്നു. ദേവത്താർ ഈശ്വരനെ പൂജിച്ച ആ മുറിയും വീട്ടിൻ്റെ ഇച്ചിരി പോർഷൻസ് മാത്രം നിലനിർത്തിക്കൊണ്ട് പനോലി തറവാടിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളും ഇപ്പം പൊളിച്ചു നീക്കി. ദേവത്താർ ഈശ്വരനെ പൂജിച്ച മുറിയിൽ ഇപ്പോഴും വിളക്ക് തെളിയിക്കാറുണ്ട്. അവിടെ വിളക്ക് തെളിയിച്ചതിന് ശേഷം മാത്രമാണ് ശ്രീ മുല്ലപ്പുറത്തെ ഭഗവതി ക്ഷേത്രത്തിൽ വിളക്ക് തെളിയിക്കുക. അകത്ത് കയറി തൊഴുതിന് ശേഷം ചായയും കേക്കും പഴമെല്ലാം കഴിച്ചു. അവരെ രാത്രി ലേറ്റായി പൂജയ്ക്ക് ഇരിക്കുന്നവർക്കും താമസിക്കുന്നവർക്കും ചോറ്, സാമ്പാർ, ഇച്ചിക്കറി, കൂട്ടുകറി, പായസം എല്ലാം ആയിട്ടുള്ള നല്ലൊരു സദ്യ തന്നെ ഉണ്ടാവും. കാവിലെല്ലാം പോയിട്ട് നമ്മൾ ഈ തറവാട് കാവിലെല്ലാം പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇദ്ദേഹമാണ് അണ്ടല്ലൂർ കാവിൽ ഇപ്പോഴത്തെ കാരണവർ പനോളിയച്ചൻ. പനോളിയച്ചൻ അണ്ടല്ലൂർ കാവിൻ്റെ ഐതിഹ്യത്തെ പറ്റി പറഞ്ഞു തരുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒത്തിരി അധികം ഉള്ളതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. അണ്ടല്ലൂർ ഉത്സവം ഒരു ദേശത്തിൻ്റെ തന്നെ ഉത്സവമാണ്. ഉത്സവത്തിന് തൊട്ടു മുൻപ് ധർമ്മദേശം മുഴുവൻ വൃത്തിയാക്കുകയും ദേശവാസികൾ വ്രതാനുഷ്ഠിക്കുകയും ചെയ്യും. ഉത്സവത്തിന് ചക്കക്കൊത്തൽ എന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞാൽ മാത്രമേ ദേശവാസികളും തറവാടുകാരും ചക്ക കഴിക്കത്തുള്ളൂ. അതിനു മുൻപ് നമ്മൾ വീട്ടിൽ ചക്ക ഉണ്ടായാലും ചക്ക പഴുത്താലും നോക്കി നിൽക്കുക എന്നല്ലാതെ തിന്നാനുള്ള ധൈര്യം ആർക്കും ഉണ്ടാകത്തില്ല, അത് തിന്നത്തുമില്ല. ഭഗവാന്റെ ചൈതന്യമുള്ള മരപ്പലക ഇങ്ങനെ പനോളി തറവാടിൽ എത്തിയതെന്നും മുകുന്ദ അച്ഛൻ പറഞ്ഞു തന്നു. വർഷങ്ങൾക്ക് മുൻപ് പുഴയിലൊരു വണ്ണാത്തി ഒരു മരപ്പലക ഒഴുകി വരുന്നത് കണ്ടു. അതിലെന്തോ ഒരു ചൈതന്യം, ഒരു പ്രത്യേകതയും തോന്നിച്ച് വണ്ണാത്തി അത് എടുക്കാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല. കുറേ ശ്രമിച്ചിട്ടും പറ്റാത്തത് കണ്ടപ്പോൾ അവർ പനോളി തറവാടിലെ മുത്തശ്ശിയോട് ചെന്ന് കാര്യം പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, നല്ല കഴുകി വൃത്തിയിൽ തുണി വിരിച്ചു വെക്കൂ പുഴയിൽ, ആ മരപ്പലക അതിലേക്ക് കയറിക്കൊള്ളുന്നു പറഞ്ഞു. വണ്ണാത്തി അതേപോലെ ചെയ്തു. ആ മരപ്പലക തുണിയിൽ കയറി ആ മരപ്പലക വണ്ണാത്തി പനോലി തറവാടിലെ മുത്തശ്ശിക്ക് കൊണ്ടു കൊടുത്തു. മുത്തശ്ശി അത് മുറിയിൽ വെച്ചു, വിളക്ക് കൊടുത്തി പ്രാർത്ഥിച്ചു. അതിൻ്റെ ചൈതന്യം മനസ്സിലാക്കി എല്ലാവരും അതിനെ ആരാധിക്കാൻ തുടങ്ങി. ആ ചൈതന്യമുള്ള മരപ്പലകയാണ് ദേവത്താർ ഈശ്വരൻ്റെ മുടിയുടെ പിന്നിൽ വെക്കുന്നത്. ഉത്സവത്തിന് ഒത്തിരി തെയ്യങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനമായ തെയ്യമാണ് ദേവത്താർ ഈശ്വരൻ. ദേവത്താർ ഈശ്വരൻ എന്ന് പറഞ്ഞ തെയ്യം റെപ്രസെൻ്റ് ചെയ്യുന്നത് ശ്രീരാമസ്വാമിനെയാണ്.
അണ്ടലൂർക്കാവിലത്തെ മെയിൻ പ്രതിഷ്ഠ ശ്രീരാമസ്വാമിയും ഹനുമാനുമാണ്. ഇവിടെ ഹനുമാന് ഗദ ഒപ്പിക്കൽ, വെറ്റിലമാല, നാരങ്ങമാല, അവിൽ നിവേദ്യം ഇതെല്ലാം പ്രധാന വഴിപാടാണ്. വൈകുന്നേരം ദീപാരാധന സമയത്തുള്ള അമ്പല ദർശനം ഭയങ്കര ഡിവൈൻ വൈബിലൊരു ടൈമിംഗ് ആണ്. അങ്ങനെ തന്നെയാണ് ഏർലി മോർണിംഗത്തെ അമ്പല ദർശനം, ഭയങ്കര ഡിവൈൻ ചൈതന്യമുള്ളൊരു ടൈമാണ്. ഉത്സവ സമയത്ത് പൂഴി താഴെ വീണാൽ പോലും കാണാത്തത്ര ജനങ്ങളാണ്. തൊഴുതിറങ്ങി ഇനി നേരെ വീട്ടിലേക്ക്.